തുറന്നാൽ എന്ന മാനസിക ആരോഗ്യ പരിപാടിയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. മനം തുറന്നാൽ എന്ന ഈ ഒരു മാനസിക ആരോഗ്യ ചർച്ച പ്രേക്ഷക പ്രീതി നേടുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷം. പതിവ് പോലെ ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് നമ്മോടൊപ്പം ഉള്ളത് വിൻസെൻഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായിട്ടുള്ള സിസ്റ്റർ ഡോക്ടർ ഡോണയാണ്. സിസ്റ്ററെ ഒത്തിരി സ്നേഹത്തോടു കൂടി ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂടാതെ രണ്ട് വിശിഷ്ട അതിഥികൾ കൂടി നമ്മോടൊപ്പമുണ്ട്. ഫാദർ ജോസ് പയ്യപ്പള്ളി CMI, അച്ഛൻ തലൂർ ജെറുസലേം ധ്യാന കേന്ദ്രത്തില് ശുശ്രൂഷ ചെയ്തു വരികയാണ്. അച്ഛ, എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒപ്പം മലയാറ്റൂർ കുരിശുമുടി മുൻ സ്പിരിച്വൽ ഡയറക്ടറും മൈനർ സെമിനാരി സ്പിരിച്വൽ ഡയറക്ടറും യുവജന ശുശ്രൂഷകനുമായിട്ടുള്ള ഫാദർ വക്കച്ചൻ കൂമ്പയിലാണ്. അച്ഛ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. സിസ്റ്ററെ, ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികളിലാണെങ്കിലും യുവജനങ്ങളിലാണെങ്കിലും പൊതുവെ മുതിർന്നവരിലും കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സമ്മർദ്ദമാണ്. അത് അവരിലെ ഒരുപാട് രോഗങ്ങൾക്കും ഇടയാക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ സ്ട്രെസ് ഒരു തരത്തിൽ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ടോ? നമ്മളൊരു ജീവിത സമ്മർദ്ദം, സ്ട്രെസ് എന്ന് പറയുന്നൊരു കാര്യം ഈ കാലഘട്ടത്തിൽ ആർക്കും ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത് പലതരത്തിലുള്ള സ്ട്രെസ്സിലൂടെയാണ്. ഒരു സൈക്കോളജിക്കൽ ഒരു അപ്രോച്ചിൽ പറയും, മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്ട്രെസ് ഉണ്ട്. കാരണം ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്ന ജീവിത സമ്മർദ്ദങ്ങൾ. ക്രോണിക് സ്ട്രെസ് ഉണ്ട്. ഒരു ജീവിത സമ്മർദ്ദം തന്നെ നീണ്ടു നിൽക്കുന്നു, പക്ഷേ അതിനെ മറികടക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് ആ ഒരു സ്ട്രെസ്സിൽ നിന്ന് മാറാനോ സാധിക്കാത്ത ഒരവസ്ഥയുണ്ട്. അപ്പം ഇങ്ങനൊരു മൾട്ടിപ്പിൾ സ്ട്രെസ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴും അല്ലെ ഈ ഒരു ക്രോണിക് സമ്മർദ്ദമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ ശരീരത്തെ എന്ന പോലെ തന്നെ മനസ്സിനെയും ബാധിക്കാറുണ്ട്. പലതരത്തിലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കും ചിലപ്പോൾ ഒരു മാനസിക രോഗത്തിലേക്ക് തന്നെ അത് വഴിതെളിച്ചു എന്ന് വരാം. അപ്പം സ്ട്രെസ് എന്ന് പറയുന്നത് പല വിധത്തിലും നമ്മളെ പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അവിടെ നമുക്കൊരു സ്ട്രെസ് ഇല്ലാതിരിക്കുക എന്നതിനേക്കാൾ കൂടുതൽ സ്ട്രെസ്സിനെ, ജീവിത സമ്മർദ്ദത്തെ എങ്ങനെ തരണം ചെയ്ത് ജീവിക്കാം എന്നുള്ളതാണ് നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു അപ്രോച്ച് എന്ന് പറയുന്നത്. പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കേസ് ഒന്ന് വിവരിക്കാമോ? ഓക്കെ. അതായത് ഒരു ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ ഉണ്ടായ പലതരത്തിലുള്ള ഒരു ജീവിത സമ്മർദ്ദം അവസാനം ഒരു മൈൽഡ് ഡിപ്രഷനിലേക്ക്, ഒരു വിഷാദ രോഗത്തിലേക്ക് പോകുന്ന ഒരു കേസ്. ഏകദേശം ഒരു 40-45 വയസ്സോളം പ്രായമുള്ള ഒരു സ്ത്രീയെ ആയിട്ടാണ്. അവരുടെ വീട്ടുകാരുണ്ട്, ഭർത്താവിൻ്റെ വീട്ടുകാരുണ്ട്. കൊണ്ടുവരുമ്പോഴത്തേക്ക് പറയുന്നൊരു കാര്യം, ഒരു ആത്മഹത്യാ ഭീഷണി. അവരാദ്യം പറഞ്ഞത് ആത്മഹത്യാ ശ്രമം നടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ കേസ് എടുത്തു. ആത്മഹത്യാ ഭീഷണി നടത്തുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഇനി മരിച്ചു കളയാൻ പോവുകയാണ്, ഞാനില്ലാതെ വരുമ്പോഴേ ഈ കുടുംബത്തിൽ പഠിക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ വന്ന് സംസാരിച്ചു വന്നപ്പോഴത്തേക്കും മനസ്സിലാകുന്നത്, അപ്പോൾ അവരെ കൂടി ഇരിക്കുകയാണ് ബാക്കിയുള്ളവർ സംസാരിക്കുന്നത്, കുടുംബാംഗങ്ങൾ സംസാരിക്കുന്നത്. കുറച്ച് നാളുകളായിട്ട് എപ്പോഴും ഇരുന്ന് കരയും, എവിടെയെങ്കിലും പോയിരുന്ന് കരയുക, കാര്യങ്ങൾ ജോലികൾ ചെയ്യാനായിട്ടൊരു ശ്രദ്ധയില്ലായ്മ, ഒരു വിഷാദ ഭാവമാണ് എപ്പോഴും, ഒരു സന്തോഷ പ്രകൃതമേ ഇല്ല. മരണത്തെക്കുറിച്ചും ആത്മഹത്യയെക്കുറിച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട്. ഒരു രാത്രി 2 മണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ, വെളുപ്പിനെ 2 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉറക്കമില്ലാതെ അവിടെ ഇരിക്കുവാണ്, കുത്തിയിരിക്കുവാണ്. എന്നാൽ ഇവർ പറഞ്ഞു, എന്നാൽ ഏതെങ്കിലും ഒരു എക്സസൈസ് ചെയ്യലോ, ഒന്ന് പ്രാർത്ഥിക്കുക. അതിനോടൊന്നും താല്പര്യമില്ല. കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. പിന്നെ എപ്പോഴും നിരാശ, ഒരു പ്രതീക്ഷയില്ലാത്തൊരു രീതിയിലാണ് സംസാരം മുഴുവനും. ഒരു കാര്യം ചെയ്യാൻ ഇഷ്ടമില്ല, ഭക്ഷണവും കഴിക്കുന്നില്ല. ഇതൊക്കെയാണ് ഒരു ചീഫ് കംപ്ലയിൻസ് ആയിട്ട് നമ്മളോട് പറയുന്നത്. അതിനുശേഷം ഹസ്ബൻഡിനെയും വൈഫിനെയും മാത്രം ഇരുത്തി സംസാരിച്ചപ്പോൾ ഹസ്ബൻഡും പറഞ്ഞു, എപ്പോഴും ഒരു ദുഃഖമായിട്ടാണ് ഈ കക്ഷി ഇരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി, കുറച്ച് നാളുകളായിട്ട് അങ്ങനെയുണ്ട്. പക്ഷേ ഈ ഒരു മാസത്തോളമായിട്ട് നമുക്ക് ശരിക്കും മനസ്സിലാകും, പുള്ളിക്ക് എന്തോ ഒരു വിഷാദം ഭാവിച്ച പോലെ മനസ്സിലാകും. ഞങ്ങളിപ്പോൾ കൊണ്ടുവരാമെന്ന് ഉദ്ദേശിച്ചത് ഞങ്ങൾക്ക് തോന്നുന്നു, ഞങ്ങളുടെ പിടിവിട്ട് പോകുന്നെന്ന് തോന്നുന്നു, ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു നാണക്കേട് വീട്ടിലുണ്ടാകരുതല്ലോ എന്ന് ഓർത്തിട്ടാണ് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹസ്ബൻഡും പറഞ്ഞത്. അതിനുശേഷം ഈ സ്ത്രീയുമായിട്ടുള്ള നമ്മുടെ സെഷനിൽ പുള്ളിക്കാരത്തി പറഞ്ഞു, സിസ്റ്ററെ, എൻ്റെ ജീവിതം മുഴുവനും ദുഃഖപൂരിതമാണ്. സന്തോഷം എന്തെന്നുള്ളത് എനിക്കിപ്പോൾ അനുഭവിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് വന്നു.
എനിക്കറിയാം ഇപ്പം ഞാൻ ഡിപ്രസ്ഡ് ആണ്, ഞാൻ വിഷാദത്തിലാണ്, എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒരു വെട്ടവും വെളിച്ചവും ഞാൻ കാണുന്നില്ല. മരിക്കുക എന്നത് മാത്രമേ എൻ്റെ മുൻപിൽ ഇപ്പം നിൽക്കുന്ന ഒരു പരിഹാര മാർഗമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. നിങ്ങൾ എന്തെല്ലാം ഉപദേശിച്ചു തന്നാലും എനിക്ക് തോന്നണില്ല എനിക്കൊരു സന്തോഷം കിട്ടുമെന്ന്. കാരണം പ്രതീക്ഷ മുഴുവനും നഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ ഒരു ദീനരോധനമാണ് അവർ പറയുന്നത്. ചോദിച്ചു വന്നപ്പോഴത്തേക്ക് പറഞ്ഞു, ആദ്യകാലങ്ങളിൽ, അതായത് കുട്ടിക്കാലത്ത് സ്വന്തം വീട്ടിലായിരുന്നപ്പോൾ ഉള്ള ഒരു ബാല്യകാലം എന്ന് പറയുന്നത് വളരെ വിഷമകരമായിരുന്നു. കാരണം ഈ സ്ത്രീയുടെ ഫാദർ നന്നായിട്ട് മദ്യപിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഒരു മദ്യവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ വീട്ടിൽ സ്വസ്ഥമായ ഒരു അന്തരീക്ഷം ഇല്ലായിരുന്നു. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഈ അച്ഛൻ മദ്യപാനി ആയതുകൊണ്ട് തന്നെ മറ്റു ആങ്ങളമാരെയൊന്നും വേണ്ട രീതിയിലൊന്ന് വളർത്തുവാനൊന്നും പറ്റിയിട്ടില്ല. അമ്മയുടെ ഒരു ചെറിയ ഒരു സഹനവും കാര്യങ്ങളും ഒക്കെയാണ്, അമ്മയുടെ ഒരു പ്രയത്നമാണ് ഞങ്ങളുടെ വീടിനെ പിടിച്ചു നിർത്തുന്ന ഒരേ ഒരു ഘടകം. അപ്പോൾ ആദ്യകാലം തൊട്ടേ സങ്കടത്തിലാണ് ഞാൻ വളരുന്നത്. അതിനുശേഷം ഒരു കല്യാണമൊക്കെ ആലോചിച്ചപ്പോഴത്തേക്ക് ഈ വീട്ടിൽ നിന്നൊന്ന് രക്ഷപ്പെടാമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. കാരണം എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു കല്യാണമല്ലായിരുന്നു. അപ്പം അതും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു വിഷമം ആയിട്ട് കിടക്കുന്നുണ്ട്. ഒരു ആഗ്രഹിക്കുന്ന ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു ജീവിത പങ്കാളിയെ കിട്ടുന്നില്ലല്ലോ എന്നൊരു ബുദ്ധിമുട്ടുമുണ്ട്. കാരണം ഈ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഇവരുടെ വീട്ടിലെ ചില അവസ്ഥകൾ ഇവർക്കും അറിയാമായിരുന്നു. വിവാഹശേഷം വീട്ടിലേക്ക് വന്നു. വീട്ടിൽ പതിവ് പോലെ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഈ അമ്മായിയമ്മ പോരും നാത്തൂൻ പോരെന്നൊക്കെ പറയുന്ന പോലത്തെ കാര്യങ്ങൾ എല്ലാം നടക്കുകയാണ്. വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞ് ഇവരെപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഭർത്താവിന് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ സ്നേഹമുണ്ടെന്ന് വളരെ പ്രൈവറ്റായിട്ട് പുള്ളിക്കാരത്തിയോട് അവർ മാത്രമായിരിക്കുന്ന സമയങ്ങളിൽ സ്നേഹമുണ്ട്, നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്നൊക്കെ പറയും. പക്ഷേ സ്വന്തം അമ്മയുടെയോ മറ്റു സഹോദരങ്ങളുടെയോ മുൻപ് വെച്ച് അവരെന്തെല്ലാം കുറ്റപ്പെടുത്തിയാലും ഒരു ആശ്വാസവാക്ക് പറയാനോ അല്ലെങ്കിൽ ഒന്ന് താങ്ങി നിർത്താനോ ഒന്നും ഭർത്താവും ഒന്നും ചെയ്യാറില്ല. അപ്പോൾ എന്നോട് ഈ ഭാര്യ പറഞ്ഞത്, ചേട്ടൻ ആ വീട്ടിൽ വോയിസ് ഇല്ല സിസ്റ്ററെ, അപ്പോൾ ചേട്ടനും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നു, അപ്പോൾ ഞാനും അതിനേക്കാളും വലിയൊരു ഇത്തിക്കണ്ണിയായിട്ട് ജീവിക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ മുന്നോട്ട് പോകുന്നു. അവർക്ക് അധികം കുട്ടികൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ അതൊരു വലിയ ഇഷ്യൂ ആയി. അതിൻ്റെ പേരിൽ തന്നെ മറ്റു പല അപഹാസ്യകരമായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞ് ഈ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെല്ലാവരും മാനസികമായിട്ട് പീഡിപ്പിച്ചു. അതിനുശേഷം ഒത്തിരിയേറെ ചികിത്സകൾ നടത്തി. അപ്പോൾ ഈ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഈ സ്ത്രീക്ക് കിട്ടിയ സ്വർണമെല്ലാം കൊണ്ട് വിറ്റു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്തൊരവസ്ഥ. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് കൊടുത്തു വിടുന്ന സ്വർണവോ അല്ലെങ്കിൽ പണമൊക്കെയാണ് അവൾക്ക് ഓക്കെ എനിക്ക് എന്തെങ്കിലും ഉണ്ട്, ഒരു അസറ്റ് ഉണ്ടെന്ന് കരുതാൻ. അതും നഷ്ടപ്പെട്ടു. ഒരു കുട്ടി ഉണ്ടായി. അപ്പം സാമ്പത്തികമായിട്ട് കുറേ കടബാധ്യതകളും കാര്യങ്ങളൊക്കെ ആയി. അതിൻ്റെ പേരിൽ ഹസ്ബൻഡ് ഗൾഫ് രാജ്യത്തേക്ക് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് പോവുകയാണ്, വളരെ തുച്ഛമായ ഒരു ശമ്പളത്തിന്. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തിലൊരിക്കൽ വരിക എന്നുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ കുഞ്ഞും ഭാര്യയും ഒറ്റപ്പെടുന്ന ഒരു രീതി. അപ്പോൾ അവിടെയൊക്കെ ഒത്തിരി ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങൾ അനുഭവിച്ചു എന്നുള്ളതാണ് അവർ പറയുന്നത്. ഭക്ഷണം കഴിക്കാൻ പോലും കൃത്യമായിട്ടില്ലായിരുന്നു. ഇവരുടെ കുത്തുവാക്കുകൾ കേൾക്കണമായിരുന്നു. ചേട്ടനൊന്ന് ഫോൺ വിളിച്ചാലും ആദ്യം എന്നോട് സംസാരിക്കാൻ പറ്റില്ല, ബാക്കിയുള്ളവരോട് സംസാരിക്കണം. പിന്നെ ഞാൻ ഒന്ന് സംസാരിക്കാമെന്ന് ഓർക്കുമ്പോൾ അവർ എൻ്റെ ഫോൺ വാങ്ങിച്ചുകൊണ്ട് പോകും. അവന് ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയാണ് ഫോൺ വിളിക്കുന്നത്. അത്രയൊന്നും ഫോൺ ചാർജ് ഒന്നും കൊടുക്കാൻ അവൻ്റെ കയ്യിൽ ഉണ്ടാകില്ല. മതി, ഇത്രയൊക്കെ പറഞ്ഞാൽ മതി. പിന്നെ ഒന്ന് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും പോകുക, ഒരു പള്ളിയിൽ പോയിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാന്ന് ഓർത്താലും അങ്ങനെ വിടുന്നൊരു സാഹചര്യമല്ല. കുട്ടി വളരും തോറും പുള്ളിക്കാരത്തേക്ക് മനസ്സിലായി കുട്ടിയിലും കുറേ സ്വഭാവ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ പെരുമാറ്റത്തിലും മറ്റു ഇമോഷനിലൊക്കെ കുട്ടിയിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ സ്ത്രീയുടെ പ്രശ്നം കൊണ്ടാണ് എന്നുള്ളതാണ് ബാക്കി ഭർത്താവിൻ്റെ വീട്ടുകാരും മറ്റ് റിലേറ്റീവ്സൊക്കെ പറയുന്നത്. ഇവരുടെ വീട്ടിലാണെങ്കിലും സപ്പോർട്ട് ചെയ്യാനായിട്ട് ആങ്ങളമാർ അങ്ങനെ ഒരു നല്ലൊരു സപ്പോർട്ടിങ് കെയർ അല്ല, അമ്മ മാത്രമേ ഒരു സപ്പോർട്ടിങ് ഉള്ളൂ. അപ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന വിഷമങ്ങളും ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മാനസിക വ്യത അനുഭവിക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടിയെ സ്കൂളിലാക്കി. കുട്ടിയുടെ സ്കൂളിൽ നിന്നും ഒത്തിരി കംപ്ലൈൻറ്റുകൾ വന്നു. ഇതെല്ലാം ആയിരിക്കുന്ന സമയത്താണ് കൊറോണയുടെ കാലഘട്ടം. കൊറോണ കാലഘട്ടത്തിൽ ഹസ്ബൻഡിൻ്റെ ജോലി നഷ്ടപ്പെട്ടു, തിരിച്ചു വരുന്നു. തിരിച്ചു വരുന്ന ഒരു അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അവരുടെ വീട്, അതായത് പുള്ളിക്കാരത്തിയുടെ ജീവിതത്തിൽ വലിയ ഇടുത്തി വീണ പോലത്തെ ഒരു പ്രശ്നമായി നിൽക്കുകയാണ്. അപ്പം മുന്നോട്ട് നോക്കിയിട്ട് ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പം ആ ഒരു സമയം തൊട്ട് സ്ത്രീ ചിന്തിക്കാനായിട്ട് തുടങ്ങി, ഇത്രയും വിഷമങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമേ എനിക്കുള്ളൂ, പിന്നെ ഇതിന് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ പതുക്കെ പതുക്കെ ആത്മഹത്യയെക്കുറിച്ച്
ചിന്തിക്കാനായിട്ട് തുടങ്ങി. ഈ ജീവിതം എന്ന് പറയുന്ന ഒരു ദുഃഖ സമുദ്രമാണ്. ഇതിൻ്റെ അകത്ത് എന്ത് സന്തോഷം കിട്ടാനാണ്? അപ്പം ശരിക്കും നമ്മൾ പറയുവാണെങ്കിൽ ഒരു ഡിപ്രസീവ് ഫീച്ചേഴ്സിലേക്ക് അല്ലെങ്കിൽ ഒരു വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങളിലേക്ക് പതുക്കെ പതുക്കെ വഴുതി വീഴുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പം ഇതാണ് ശരിക്കും, അതായത് ഈ ഒരു മൾട്ടിപ്പിൾ സ്ട്രെസ് മൂലം പറഞ്ഞു വരുന്നത്, ആ സ്ത്രീയുടെ ജീവിതത്തിൽ ഒന്ന് വിലയിരുത്തി നോക്കിയാൽ ചെറുപ്പകാലം മുതൽ ഒരു സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് മനസ്സിലാകുന്നത്. കുട്ടിക്കാലത്ത് അത് വളർന്നു കഴിയുമ്പോൾ അപ്പൻ്റെ പെരുമാറ്റ ദൂഷ്യം, തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട്, പിന്നെ വിവാഹത്തിലെ പോരായ്മകള്, അവിടെ വന്നു കഴിയുമ്പോൾ അമ്മായിയമ്മയുടെ പോര്, പിന്നെ കുടുംബത്തിലെ സമ്മർദ്ദം, പിന്നെ സാമ്പത്തികമായ കുട്ടികളുടെ പ്രശ്നം, ഇനി മുന്നോട്ട് പോകുന്നു. ഇതെല്ലാം ഒരു വ്യക്തിയിൽ ആഞ്ഞടിക്കുന്നു. ഇതാണ് പ്രശ്നം, അല്ലെ? അതാണ്. ഇപ്പൊ ചിലർ ചോദിക്കാം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തു പോകുന്നവരുണ്ടല്ലോ എന്ന്. ശരിയാണ്. അപ്പോൾ ഒരു തരത്തില് ആ സ്ത്രീക്ക് ഒരു സപ്പോർട്ടിങ് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു ആശ്വാസം കിട്ടിയെന്നില്ല, ഇതിൽ നിന്നൊരു മോചനം. ഇവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജീവിത സമ്മർദ്ദം, പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതമില്ല. പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. അപ്പോൾ ഓരോരുത്തരും അതിനോട് എടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു മനോഭാവമുണ്ട്. അല്ല, സത്യത്തില് ഈ സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ബഹുഭൂരിപക്ഷ ആൾക്കാരും ഉണ്ട്. ഒത്തിരി പേര് ഇതേ സെയിം, ഒന്നല്ലെങ്കിൽ വ്യത്യസ്തമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓരോരുത്തരുടെ നമ്മൾ പറയുന്ന ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ് ഇതിൻ്റെ അകത്തൊരു ഭാഗമാണ്. അതായത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതും വലിയൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ ഈ സ്ത്രീയുടെ ചെറുപ്പത്തിലുള്ള ജീവിതത്തിലെ അനുഭവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു വ്യക്തിത്വത്തിന്റെ പോരായ്മയും കൂടി അതിലുണ്ട്. അതിന് കാരണം അല്ലേ? കാരണം ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു കുടുംബാന്തരീക്ഷമല്ലല്ലോ. കുഞ്ഞുകാലം തൊട്ട് ആ അനുഭവപ്പെട്ട സങ്കീർണമായ പ്രശ്നത്തെ ഒന്ന് സുഖപ്പെടുത്താനുള്ള ഒരവസരം കുഞ്ഞിന് കിട്ടിയിട്ടില്ല. ഏറ്റവും ചുരുങ്ങിയത് ആ ഭർത്താവെങ്കിലും കുറച്ചും കൂടിയും എന്നെ കയറിങ്ങാണ് ഭർത്താവിന് വേണ്ടി ജീവിക്കുന്നു. അങ്ങനെ അവരുടെ കുടുംബത്തിൽ, ആ ഒരു കുടുംബത്തിലുള്ളെങ്കിലും ഭാര്യ ഭർത്തൃ ബന്ധത്തിലെങ്കിലും ഒരു സംതൃപ്തി ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ഭാര്യ പ്രതീക്ഷിക്കുന്ന വിധത്തിലുള്ള കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത്ര കുഴപ്പമുണ്ടാകുമായിരുന്നു. അതാണ് നമ്മൾ പറയുന്നത്, സ്ട്രെസ്, സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരു പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ്, അതായത് നമ്മളെ തന്നെ ഒന്ന് സംരക്ഷിക്കാനുള്ള, ഒന്ന് താങ്ങി നിർത്താനുള്ള കാര്യങ്ങൾ ഒന്നുകിൽ നമുക്കുണ്ടായിരിക്കണം. അതായത് നമ്മൾ പറയുന്ന ഒരു പേഴ്സണൽ റിസോഴ്സസ് എന്ന് പറയും, ഒരു സൈക്കോളജിക്കൽ പേഴ്സണൽ റിസോഴ്സസ് ഒന്നുകിൽ നമുക്കുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതുണ്ടായെങ്കിൽ മാത്രമേ ഈ ഒരു സമ്മർദ്ദങ്ങളെ അതിജീവിച്ച ഒരു മനുഷ്യന് കടന്നു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. സത്യത്തിൽ ഈ ആധുനിക കാലത്തെ ഈ ആദ്യം പറഞ്ഞതുപോലെ ഒരു വ്യക്തിപരമായ സംരക്ഷണം ഒരു വ്യക്തി നേടിയിരിക്കണം. അതിനുള്ള ആത്മീയ ബലവും ജ്ഞാനബലവും ഗുരുക്കന്മാരുടെ ബലവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇപ്പൊ ന്യൂക്ലിയർ ഫാമിലിയിലാണ് കൂടുതൽ പ്രശ്നം. പണ്ട് കാലത്ത് ജോയിന്റ് ഫാമിലി, കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ അതൊക്കെ സോൾവ് ചെയ്ത് പോകാനുള്ള സാഹചര്യങ്ങളും കുറേ കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിലുള്ള ഭാര്യയും ഭർത്താവും കൊച്ചും കൂടെ അല്ലാതെ മറ്റുള്ള അമ്മായിയമ്മയും മറ്റുള്ളവരും ഉണ്ടായതുകൊണ്ടാണ് ഒരു പക്ഷേ സ്ട്രെസ് അവർക്ക് കൂടിയത്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഒരു ജോയിന്റ് ഫാമിലി ആയതുകൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങൾ മാറും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത് കൂടുതൽ രൂക്ഷമാകാനും സാധ്യതയുണ്ട്. ഒരു പക്ഷെ ആ സമയത്ത് ന്യൂക്ലിയർ ഫാമിലി ആയിരിക്കും ചിലപ്പോൾ നല്ലത്. വ്യക്തികളുടെ സമീപനങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു കേസൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരോടും അവരവരുടേതായിട്ടുള്ളൊരു പേഴ്സണൽ കാര്യങ്ങളെക്കുറിച്ചും അവരുടെ കാഴ്ചപ്പാടിനെ കുറിച്ചും ചോദിക്കുമ്പോൾ ഓരോരുത്തരും അവരുടെ രീതികളിൽ വൂണ്ടഡാണ്. അവർക്കും ഓരോ റീസൺ ഉണ്ട്. ഇപ്പോൾ ഹസ്ബൻഡിന്റെ അമ്മയുമായിട്ട് സംസാരിച്ചപ്പോഴും പറയുന്നത്, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു, എൻ്റെ അമ്മ അതൊക്കെ പറയുമായിരുന്നു, ഞാനതൊന്നും വകവെക്കത്തില്ലായിരുന്നു, ഇവളെന്താ ഇത് പറഞ്ഞിട്ട് വകവെച്ച് വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നതിനകത്ത് ഒരു പക്ഷേ ഒരു ഇമോഷണലി ബാലൻസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നു. അതാണ് ഞാൻ പറയുന്നത്, നമുക്കൊരു പേഴ്സണൽ ആയിട്ടുള്ളൊരു റിസോഴ്സ് അത് നമ്മുടെ ജനറ്റിക് ആയിട്ട് കിട്ടുന്നതും ഈ ആദ്യകാലങ്ങളിൽ നമ്മൾ എപ്പോഴും പറയും, ഒരു ആദ്യകാലത്ത് ഒരു 6 വയസ്സ് വരെയുള്ളൊരു കാലഘട്ടം, അല്ലെങ്കിൽ ഒരു കൗമാരപ്രായം വരെയുള്ളൊരു കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബത്തിൽ നിന്നും, കുടുംബാന്തരീക്ഷത്തിൽ നിന്നും, വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും, സംസ്കാരത്തിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു കവചമുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മുന്നോട്ടുള്ള ജീവിതത്തെ നയിക്കും.
അപ്പോൾ ഇപ്പം ഇങ്ങനൊരു കേസ് നമ്മൾ പറയുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് ഫോക്കസ് ചെയ്യുന്ന ആ ഒരു സ്ത്രീയുടെ നിസ്സഹായാവസ്ഥ. ശരിയാണ്, നിസ്സഹായാവസ്ഥയാണ്. പക്ഷെ അതിൻ്റെ പല ഡൈമെൻഷനുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു പ്രശ്നം അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവരെ നമ്മൾ പല തരത്തിൽ കാണേണ്ടതായിട്ടുണ്ട്. അവരുടെ തന്നെ സബ്ജക്റ്റീവായിട്ടുള്ളൊരു മാറ്ററുണ്ട്, ഒബ്ജക്റ്റീവായിട്ട് മറ്റുള്ളവർ കാണുന്നൊരു മാറ്ററുണ്ട്. അപ്പം ഇവിടെ സ്ട്രെസ്സുകൾ ഉണ്ടാകുമ്പോൾ അതിനെ കോപ്പപ്പ് ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മുടെ ചെറുപ്രായങ്ങളിൽ തന്നെ, പ്രത്യേകിച്ച് അതൊക്കെ ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ആർജിച്ചെടുക്കേണ്ടതാണ്. അവിടെയാണ് നമ്മൾ പറയുന്ന ഒരു ഇമോഷണൽ റെഗുലാരിറ്റി, അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ഇമോഷൻസ്, കോപ്പിംഗ് സ്ട്രാറ്റജി, ഇപ്പോൾ പ്രാർത്ഥന, സുഹൃത്ത് ബന്ധങ്ങൾ, ഒരാളോട് തുറന്ന് പറയല്, അല്ലെങ്കിൽ നമ്മുടെ തന്നെ കുറച്ച് ഹോബി, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതൊക്കെ ഒരു കോപ്പിംഗ് സ്ട്രാറ്റജിയാണ്. ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്ത. ഗുഡ്നസ് ടെലിവിഷൻ ഇനി മുതൽ സാറ്റലൈറ്റിൽ മാത്രമല്ല OTT പ്ലാറ്റ്ഫോമിലും ലഭ്യമാണ്. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ഗൂഗിൾ ടിവിയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. ഗുഡ്നസ്, സ്റ്റേ വിത്ത് ഗോഡ്. കുഞ്ഞുപ്രായത്തിൽ ഈ അധ്യാപകരുടെ സഹായത്തോടുകൂടി, ഗുരുക്കന്മാരുടെ സഹായത്തോടുകൂടി ആ ഒരു സ്റ്റൈൽ ഓഫ് ബിഹേവിയർ വളർത്തിക്കൊണ്ടുവരണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ മാതാപിതാക്കൾ അതിന് പ്രാധാന്യം കൊടുത്ത് വളർത്തിയെടുക്കണം, അല്ലെങ്കിൽ അത് എത്തിപ്പെടില്ല. അങ്ങനത്തെ ഒരു രീതി. പിന്നെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിയുമ്പോൾ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പ്രൊഫഷണലി അതിനെ കാണുമ്പോൾ അതിൻ്റെ ഒരു ബിഹേവിയറൽ അനാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും, ചൈൽഡ്ഹുഡ് ഹിസ്റ്ററി കാര്യങ്ങൾ കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ കാരണങ്ങൾ നമ്മൾ അന്വേഷിക്കുന്നത് പോലെ തന്നെ അതിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ളൊരു വഴി കൂടി നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. സിസ്റ്റർ, ഇപ്പം ഈ ഒരു കേസിൽ എന്തായാലും ഈ കുട്ടിയുടെ അവസ്ഥയൊന്നും മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ റിസൾട്ട് എന്തായിരുന്നു? നമ്മൾ ഈ ഒരു കേസ് ഡീറ്റെയിൽ ആയിട്ട് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരത്തിയോട് തന്നെ ആ ഒരു സമയത്തൊരു ഡിപ്രസീവ് ഫീച്ചേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. പക്ഷേ പുള്ളിക്കൊരു സപ്പോർട്ടിങ് സിസ്റ്റം എല്ലാം നമ്മളൊരു 1 വീക്ക് മെത്തേഡിലാണ് കൊടുത്തത്. അപ്പോൾ ഫസ്റ്റ് സെഷൻ നമ്മൾ അവരോട് സംസാരിച്ചു, ഹസ്ബൻഡിനോട് സംസാരിച്ചു, ഭർത്താവിൻ്റെ വീട്ടുകാരോട് സംസാരിച്ചു. അതിനുശേഷം നമ്മൾ പറഞ്ഞു ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ഇപ്പം നിങ്ങളുടെ കടമയാണ്. അപ്പം അവർ ഈ ഒരു സമയത്ത് അവർ വൾണറബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷനിൽ നിൽക്കുവാണ്. കാരണം അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സഹായമായ ഒരു അവസ്ഥയിൽ ഒരു മാനസിക രോഗത്തിലേക്ക് പോകുന്നതിൻ്റെ വക്കിൽ നിൽക്കുകയാണ്, അല്ലെ ജീവിതം അവസാനിപ്പിക്കണം എന്നൊരു ചിന്തയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അവരോടില്ല നിങ്ങൾ ബലപ്പെട്ടേ പറ്റുള്ളൂ എന്ന ആ ഒരു ഓൾ ഓഫ് എ സഡൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബലപ്പെടാൻ പറ്റില്ല. അവിടെയാണ് നിങ്ങളുടെ ഒരു കൂട്ടായ ഒരു പ്രവർത്തനം വേണം, സപ്പോർട്ട് വേണം, പ്രത്യേകിച്ച് ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് വേണം, അവരുടെ കൂടെ ആയിരിക്കണം, അവരോട് സംസാരിക്കണം. ആ ഒരു പ്രശ്ന സങ്കുചിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് ചിലപ്പോൾ 1-2 ദിവസം ഒന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വരും. അവിടെ നമ്മൾ കൂടുതലും കാരണം കുറച്ചും കൂടിയൊക്കെ ഒരു സ്പിരിച്വൽ രീതിയിലേക്കൊക്കെ പോകാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു നല്ലൊരു രീതിയിൽ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ടൊരു സമയം എടുക്കണം. അങ്ങനെ നമ്മളൊരു 1 വീക്ക് ഈ ഹസ്ബൻഡിൻ്റെ കയ്യിൽ വൈഫിനെ കൊടുത്തു വിടുന്നൊരു രീതിയിൽ. കാരണം നിങ്ങളാണ് ഇനി സംരക്ഷിക്കേണ്ടത്. കാരണം ഓരോ ജീവനും വിലയുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു ജീവിത പങ്കാളിയാണിത്. നിങ്ങളുടെ ജീവിതം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഒരു കുഞ്ഞുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിട്ടുകളയാൻ പറ്റുന്നതല്ല. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ അമ്മയോടും പറഞ്ഞു ശരിയായിരിക്കും, നിങ്ങൾ ജീവിച്ചു പോയ കാലഘട്ടങ്ങളും അതൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ഒരു സമയത്ത് ഈ കക്ഷിക്ക് ഇത് താങ്ങാൻ പറ്റുന്നതല്ല. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരേപോലെ മനോബലമുണ്ട്, സ്ട്രെസ്സിനെ അതിജീവിക്കാനുള്ള കരുത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ. പരസ്പരം സഹായിക്കുന്ന ഒരു അവസ്ഥ അവിടെ സൃഷ്ടിക്കാനായിട്ട് സിസ്റ്റർ അല്ലേ, അതാണ് എനിക്ക് ആദ്യം ചെയ്യാനായിട്ട് സാധിച്ചത്. കാരണം ഒന്ന് മനസ്സിലാക്കി ഇത് നിങ്ങളുടെ കടമയാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു. ആഫ്റ്റർ 1 വീക്ക് അപ്പം ഞാനും ഓർത്തു ഈ ഒരു 1 വീക്കിനുള്ളിൽ ഈ സിംറ്റംസിന് പിന്നെയും തീവ്രത കൂടുകയാണ് എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ സമീപനം കൂടി അല്ലെങ്കിൽ ഒരു ചികിത്സ കൂടി നമുക്ക് ആൻറ്റി ഡിപ്രസൻസോ കാര്യങ്ങളൊക്കെ വേണ്ടി വരും. പക്ഷേ ദൈവാനുഗ്രഹത്താൽ ആ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഒത്തിരി ആശ്വാസമായി, അവർക്കൊരു പ്രസന്നതയൊക്കെ അവർക്ക് വന്നു. പ്രതീക്ഷ കിട്ടല്ലേ, പ്രതീക്ഷ കിട്ടി. കാരണം മറ്റുള്ളവരും കൂടി സഹകരിച്ചതുകൊണ്ടാണ്. തീർച്ചയായിട്ടും അവർ സഹകരിച്ചു, മനസ്സിലാക്കി. അതുപോലെ തന്നെ ഈ സ്ത്രീയുടെ വീട്ടിൽ നിന്നും അമ്മ മാത്രമേ വരാനുള്ളൂ എങ്കിൽ പോലും
അമ്മയും സപ്പോർട്ടീവായിട്ടുള്ള രീതിയിൽ തന്നെ. അപ്പൊ നമ്മള് കേൾക്കുന്നവരൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മളും മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഈ ഒരു അവസ്ഥ സൃഷ്ടിക്കാത്ത തരത്തില് ഒരു പെരുമാറ്റം ആരംഭം മുതലേ നമ്മുടെ കുടുംബങ്ങളിൽ ഒരു അറ്റ്മോസ്ഫിയർ. ഇപ്പൊ നോക്കിക്കേ, നമ്മൾ ഒരു കുടുംബത്തിൽ ചിലപ്പോൾ ഇത് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്, പക്ഷെ ആ അനുഭവിക്കുന്ന വ്യക്തി തകർന്നു പോകുന്നു, അയാൾക്ക് മുന്നോട്ടൊരു പ്രതീക്ഷ ഇല്ലാതെ ആകുമ്പോൾ അവിടെ തകരുന്നത് ഒരു വ്യക്തി മാത്രമല്ല, കുടുംബം മുഴുവൻ തകരുന്നുണ്ട്, അടുത്ത ജനറേഷൻ തകരുന്നുണ്ട്. ഇപ്പൊ ഈ സ്ത്രീക്ക് ആ ഒരു സമയത്ത് നമ്മുടെ അടുക്കയിൽ വേണ്ട രീതിയിൽ വരുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഒരു ഇന്റർവെൻഷൻ, ഒരു സമയമുണ്ടായില്ല എങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിക്കേ, അവരവരുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കുന്നു. ഇപ്പം ആത്മഹത്യകളിലും നമുക്കറിയാം, ആത്മഹത്യ ചെയ്യാനും ഒരുങ്ങുന്നവരുടെ എല്ലാം 100% സക്സസ് ആവില്ല. എത്രയോ കാര്യങ്ങൾ ആത്മഹത്യക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ട് അവസാനം ശരീരം മൊത്തവും തളർന്നോ അല്ലെങ്കിൽ പൊള്ളരിറ്റോ ഒക്കെ ബാക്കി ജീവിതം, ശിഷ്ടജീവിതം, മിണ്ടാനോ ഇല്ല, അനങ്ങാനും പറ്റത്തില്ലാതെയൊക്കെ ജീവിച്ചു പോകുന്നു. അപ്പോൾ ഒരു ആത്മാവിനല്ലേ നഷ്ടപ്പെടുന്നത്. അപ്പോൾ അത് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഹസ്ബൻഡിനാണെങ്കിലും ഒരു കുറ്റബോധത്തിനുള്ള ഇടയായി പോകില്ലേ. സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ജീവിതത്തിൽ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്, പക്ഷെ പ്രശ്നങ്ങളെക്കാൾ വലുതാണ് ജീവിതമെന്ന് ചിന്തിക്കാൻ സാധിച്ചാൽ അത് സൗഖ്യമാകും. നമ്മളിവിടെ ചിന്തിക്കേണ്ട വേറെ കാര്യം, ഇപ്പോൾ ഈ നമ്മളൊരു ഡിപ്രഷൻ്റെ ഒക്കെ ഫീച്ചേഴ്സ് ഒക്കെ പറയുമ്പോൾ ഇത് നമുക്ക് ശരിക്കും അറിയാം സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സ് കൊണ്ട് വന്ന ഒരു ഡിപ്രഷൻ്റെ ഒരു ഫീച്ചറാണ്, ഒരു മൈൽഡ് ഡിപ്രഷൻ്റെ ഫീച്ചറാണ്. പക്ഷേ ഇതല്ലാണ്ട് തന്നെ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ന്യൂറോ കെമിക്കൽസ്, പ്രത്യേകിച്ച് സെറട്ടോൺ, അതുപോലെ തന്നെ ഡോപ്പാമൈൻ എന്നൊക്കെ പറയുന്ന ന്യൂറോ കെമിക്കലുകളുണ്ട് നമ്മുടെ നാഡീവ്യൂഹത്തിലുണ്ടാകുന്ന. അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ മൂലവും ചിലപ്പോൾ ഇതേപോലെയുള്ള ഡിപ്രഷനിലേക്കൊക്കെ വരാം. അവിടെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ നമ്മളോർക്കും അനുകൂലമാണ്, പിന്നെ എന്താ ഇയാൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, എന്താ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയത് എന്താ എന്നൊക്കെ ഓർക്കും. അപ്പോൾ നമ്മളെപ്പോഴും ഒരു മനുഷ്യൻ്റെ ആ ഒരു അവസ്ഥയിൽ അയാൾ എങ്ങനെ ആയിരിക്കുന്നു എന്ന് കണ്ടതിന് ശേഷം നമുക്ക് സഹായിക്കാൻ പറ്റുന്നില്ല, അതായത് ഒരു ഫാമിലിയിൽ അവർക്ക് സഹായിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു പ്രൊഫഷനെ സമീപിക്കണം. ഇങ്ങനെ ഈ ഡോപ്പമൈൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ഇതുപോലെയുള്ള കെമിക്കൽ ചേഞ്ചസ് ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അല്ലേ, ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ആ സിംറ്റംസ് ബേസ്ഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ അകത്ത് ഈ കെമിക്കൽ ഇംബാലൻസ് ആണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാകും. അങ്ങനെ മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഇതിലിപ്പോ നമുക്കൊരു മറ്റൊരു ഡോക്ടറുടെ സഹായത്തോടുകൂടി അതിന് ചികിത്സയും വേണമല്ലോ. വേണം. ഇപ്പം നമ്മൾ അങ്ങനത്തെ കേസുകളാണെങ്കിൽ തീർച്ചയായിട്ടും സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് വിടുകയും അതിൻ്റെ മരുന്നുകൾ, കാര്യങ്ങൾ, മെഡിസിൻസ് നമുക്ക് കൊടുക്കേണ്ടതായിട്ടും വരും. അപ്പം ഈ മെഡിസിൻസ് മാത്രം പോരാ, ഇതോടൊപ്പം തന്നെ സാഹചര്യങ്ങളും മാറണം. അതായത് ഈ സ്ട്രെസ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വാസ്തവത്തിൽ കുട്ടികളെ സ്കൂൾ ലെവലിൽ തൊട്ട് തന്നെ നമ്മൾ സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്നു, ബയോളജി പഠിപ്പിക്കുന്നു, മാത്സ് പഠിപ്പിക്കുന്നു. പക്ഷെ ഒരിക്കലും ഒരു മനുഷ്യനെ കുറിച്ചോ മനുഷ്യൻ്റെ മനസ്സിനെ കുറിച്ചോ അവൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചോ പഠിപ്പിക്കുന്ന ഒരവസ്ഥ, അതാണ് മനുഷ്യൻ ആദ്യം മാനേജ് ചെയ്യേണ്ട കാര്യം. അതാണ് തന്നെ മാനേജ് ചെയ്യാണ്. നമ്മൾ മറ്റു വിഷയങ്ങളൊക്കെ പഠിപ്പിച്ച് നമുക്ക് അവിടെ ജോലി ഇവിടെ ജോലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ പണം സമ്പാദിക്കാനുള്ള രീതിയിലുള്ള ഓരോ സ്ഥലത്ത് നമ്മളെ ഓക്യുപ്പൈഡ് ആക്കാനുള്ള കാര്യങ്ങളെ നമുക്ക് ചെറുപ്പം മുതലേ ട്രെയിനിങ് കിട്ടുള്ളൂ. ഒരു വീട്ടിൽ ഓരോ പേരൻ്റ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവരും അതുപോലെ എഡ്യൂക്കേറ്റഡ് ആയിരിക്കില്ല. പക്ഷേ നമ്മുടെ കരിക്കുലത്തിൽ തന്നെ ഇതുപോലെ ഒരു മനഃശാസ്ത്രപരമായൊരു വീക്ഷണം ചെറുപ്പം മുതലേ തന്നെ ആ പ്രായത്തിന് നൽകാവുന്ന വിധത്തിലുള്ള രീതിയിൽ ഒരു വിഷയമെങ്കിലും അങ്ങനെ ഉൾപ്പെടുത്തി പഠിപ്പിച്ചാലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ട്. ഇപ്പൊ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് ആൾക്ക് തന്നെ അറിയില്ല എന്താ സംഭവിച്ചതെന്ന്. ഇത് പറയുമ്പോഴാണ് ഇതാണ് സംഭവം, ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാവുന്നത്. ഇത് മനസ്സിലാക്കാനായിട്ട് ആരംഭത്തിൽ തന്നെ ഈ കുട്ടിക്ക്, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കാനായിട്ട് എനിക്കിങ്ങനെ ഒരു ഫാക്ടർ ഉണ്ട്, അപ്പോൾ അതിൽ ഞാൻ ഈ മേഖലയിലും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ സ്ട്രെസ്സൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ അതിനുള്ള മറ്റു വഴികൾ തേടാൻ പറ്റും, ഇതൊക്കെ ഒരു വ്യക്തി മനസ്സിലാക്കാനായിട്ട് ഇന്ന് ഒരു വഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും ധൈര്യമായിട്ടുള്ളത്. നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞുനാളിൽ തന്നെ ഓരോ മനുഷ്യ വ്യക്തിയിലും ഒത്തിരിയേറെ റിസോഴ്സുകളുണ്ട്. പക്ഷേ ജീവിത സമ്മർദ്ദങ്ങൾ ചിലപ്പോൾ ആ റിസോഴ്സിനേക്കാൾ കൂടുതലായി വരുമ്പോൾ നമുക്ക് ആ റിസോഴ്സുകളെ പൂർണ്ണമായിട്ട് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഏതൊരു മനുഷ്യ വ്യക്തിയെയും നോക്കി അവരുടെ ആ ഒരു മാനസിക അവസ്ഥയെ മനസ്സിലാക്കാൻ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ കുട്ടികൾക്കൊക്കെ അതേപോലെ അവരെ മനസ്സിലാക്കുന്ന ഒരു സംവിധാനത്തിലേക്ക്, അവരെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു ബലം കൊടുക്കുന്ന സംവിധാനത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ജീവിത സമ്മർദ്ദങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതിന് എല്ലാവർക്കും ദൈവകൃപ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. മനം തുറന്നാൽ എന്ന മാനസിക ആരോഗ്യ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു.
ഈ ഒരു എപ്പിസോഡിൽ നമ്മോടൊപ്പം ചർച്ചയ്ക്ക് പങ്കെടുത്ത സിസ്റ്റർ ഡോണയ്ക്കും മറ്റ് വിശിഷ്ട വ്യക്തികൾക്കും ഒത്തിരി നന്ദി. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.